ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 3 തിയറീസാണ്. ഒന്ന് എഫിഷ്യൻറ്റ് മാർക്കറ്റ് തിയറീസും, അതുപോലെ തന്നെ എൽട്ടൺ വേവ് തിയറീസും, പിന്നെ റാൻഡം വാക്ക് തിയറീസും. അപ്പോൾ ഇതൊക്കെ ടെക്നിക്കൽ അനാലിസിസിൻ്റെ തിയറീസാണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻറ്റ് തിയറീസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ തിയറിയാണ് എഫിഷ്യൻറ്റ് മാർക്കറ്റ് തിയറീസ്. ഈ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഫെമ എന്നാണ്. 1960 ഈ ഒരു കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ അവർ ആർഗ്യൂ ചെയ്യുന്ന കേസ് എന്ന് വെച്ചാൽ, നമ്മൾ കറണ്ട് മാർക്കറ്റിലുള്ള സ്റ്റോക്ക് പ്രൈസിൽ കറണ്ടായിട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും എന്തുണ്ട്, റിഫ്ലക്റ്റ് ചെയ്ത പൈസയാണ് അത്. അതായത് നമ്മളിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഒരു സ്റ്റോക്ക് പ്രൈസിൽ ഓൾറെഡി റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കൊണ്ട് തന്നെ നമുക്കൊരിക്കലും അബ്നോർമൽ ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ഒന്നും നമുക്ക് മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ സ്റ്റോക്കിൽ നിന്ന് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ഒബ്വിയസ്ലി ഈ ഒരു കോൺസെപ്റ്റിനെതിരെ വളരെയധികം എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറേ ആർട്ടിക്കിൾസ് ഉണ്ടായിട്ടുണ്ട് ഈ മാർക്കറ്റ് അനോണിമസ് എന്നൊക്കെ കേസിൽ. പക്ഷേ ഇതൊരു ബേസ് തരുന്നതെന്ന് വെച്ചാൽ, നമുക്ക് സിമ്പിളായിട്ട് ഒരു സെക്യൂരിറ്റി പ്രൈസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൻ്റെ ഇൻട്രൻസിക് വാല്യൂ അല്ലെങ്കിൽ ഫെയർ വാല്യൂ എന്ന് പറയുന്നത്, അത് എല്ലാ ഇൻഫർമേഷൻസിനെയും ഡിസ്കൗണ്ടിങ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ടാണ് മാർക്കറ്റിൽ പ്രതിപാദിക്കുന്നത് എന്ന് പറയുന്നത്. സോ ഫെമ ആർഗ്യുമെൻറ്റ് ദാറ്റ് ദി ആക്റ്റീവ് മാർക്കറ്റ് ദാറ്റ് ഇൻക്ലൂഡ് വെൽ ഇൻഫോംഡ് ആൻഡ് ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സൊക്കെ എങ്ങനെയായിരിക്കണം? വെൽ ഇൻഫോംഡ് ആയിരിക്കണം, അതുപോലെ തന്നെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കണം. ദ സെക്യൂരിറ്റി വിൽ ബി പ്രൈസ്ഡ് ആൻഡ് റിഫ്ലക്റ്റ് ദി ഓൾ അവൈലബിൾ ഇൻഫർമേഷൻസ്. അപ്പോൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്ന അത്ര ഇൻഫർമേഷൻസൊക്കെ എന്താണ്, അതെല്ലാം മാക്സിമം നമ്മൾ സെക്യൂരിറ്റി പ്രൈസിൽ ഓൾറെഡി എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് ദ മാർക്കറ്റ് എഫിഷ്യൻറ്റ്, അങ്ങനെ മാർക്കറ്റ് എഫിഷ്യൻ്റ് ആണെങ്കിൽ നോ ഇൻഫർമേഷൻ ഓർ അനാലിസിസ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് ടു റിസൾട്ട് ഇൻ ഔട്ട് പെർഫോമൻസ്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് എഫിഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഇൻഫർമേഷൻസിനോ അതുപോലെ തന്നെ അനലിറ്റിക്സ് സ്കിൽസിനോ വെച്ചിട്ട് നമുക്കൊരിക്കലും ഒരു അബ്നോർമൽ പ്രോഫിറ്റ് ഒന്നും ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ മാർക്കറ്റ് വേർ ദർ ഇസ് എ ലാർജ് നമ്പർ ഓഫ് റാഷണൽ profit maximize active competing each are trying to predict the future market value of individual securities, and all current informations are freely available. എന്ന് വെച്ചാൽ നമ്മളെ ഈ മാർക്കറ്റിലെ എല്ലാ ഇൻവെസ്റ്റേഴ്സും എന്താണ്, പ്രോഫിറ്റ് മാക്സിമൈസേഴ്സാണ്, അതുപോലത്തെ റാഷണൽ തിങ്കേഴ്സാണ്. അപ്പോൾ അവർ റാഷണൽ തിങ്കേഴ്സ് പറഞ്ഞാൽ കുറഞ്ഞ വിലക്ക് വാങ്ങിയിട്ട് ഹയർ പ്രൈസിന് വിൽക്കാം. അപ്പോൾ അവർക്ക് മാക്സിമം ട്രൈ ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ, ദേ ആർ കോമ്പീറ്റിംഗ് ഈച്ച് അതർ ടു സെൽ ദെയർ സെക്യൂരിറ്റി അറ്റ് ഹയർ പ്രൈസ്. പക്ഷെ ഇവിടെ കേസ് എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല. ഇവിടെ അബ്നോർമൽ ആയിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം എന്താണ്, ഇവിടെ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് ഓൾറെഡി എഫക്റ്റ്. ഇപ്പോൾ കുറച്ച് ഫോംസ് ഉണ്ട്, വീക്ക് ഫോംസ്, സ്ട്രോങ് ഫോംസ്, അത് സെമി ഫോംസ്. ഇതൊക്കെ ഇൻഫർമേഷൻ ലെവൽസാണ്. അപ്പോൾ കിട്ടാവുന്ന എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ മാർക്കറ്റിലെ സെക്യൂരിറ്റീൻ്റെ പ്രൈസിൽ നിന്ന് ഓൾറെഡി ഡിസ്കൗണ്ടഡ് ആണെന്ന് പറയുന്നത്. ദെൻ ഇറ്റ് സേസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു അച്ചീവ് എ ഗുഡ് പെർഫോമൻസ് കണ്ടിന്യൂസ്ലി ഇൻ എ മാർക്കറ്റ് ബൈ യൂസിങ് ദി ഇൻഫർമേഷൻ ദാറ്റ് ഓൾറെഡി അവൈലബിൾ ഇൻ മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമുക്കൊരിക്കലും അബ്നോർമൽ ആയിട്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റിനെതിരെ ഉള്ളൊരു കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റിനെതിരെ എഗെയിൻസ്റ്റ് ആയിട്ടൊരു കോൺസെപ്റ്റാണ് മാർക്കറ്റ് അനോണിമസ്. നമ്മളെ വാറൻ ബഫറ്റ് ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റേഴ്സാണ്. മൂപ്പര് ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് പൈസക്കാരനായത്. ദെൻ അസംഷൻസ്, നമ്മളെ മാർക്കറ്റ് എഫിഷ്യൻറ്റ് മോഡലിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ് നോക്കാം. ഇൻഫർമേഷൻ ഈസ് ഫ്രീലി ആൻഡ് ക്വിക്ക്ലി ഫ്ലോ. അപ്പോൾ ഇൻഫർമേഷൻ എല്ലാവർക്കും ഈസി ആയിട്ട് അവൈലബിൾ ആക്കാൻ പറ്റുന്നതാണ്. ഓൾ ഇൻവെസ്റ്റേഴ്സ് ഹാവ് ദ സെയിം ആക്സസ് ടു ദി ഇൻഫർമേഷൻ. എല്ലാവർക്കും ഒരേപോലത്തെ ആക്സസിബിലിറ്റിയാണ് ഇൻഫർമേഷനിലേക്കുള്ളത്. ദെൻ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് ടാക്സ് ആർ ഫ്രീ. ഒരു ടാക്സും ഇല്ല, ട്രാൻസാക്ഷൻ കോസ്റ്റും ഇല്ല. അതുകൊണ്ട് തന്നെ ഫ്രീ ഫോഴ്സ് ഓഫ് മാർക്കറ്റാണ് ഇവിടെ ഉള്ളത്. ദെൻ ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ, ലുക്കിംഗ് ഫോർ ദി ഒപ്റ്റിമം റിട്ടേൺസ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സൊക്കെ റാഷണൽ ആയതുകൊണ്ട് തന്നെ ദേ ബൈയിങ് ഇറ്റ് അറ്റ് ലോ പ്രൈസ് ആൻഡ് സെല്ലിങ് ഇറ്റ് ഹൈ പ്രൈസ്
ആൻഡ് നമ്മളൊരിക്കലും എപ്പോഴും നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ് റാഷണലായി ചിന്തിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഒരു ഒപ്റ്റിമം റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഇൻവെസ്റ്റേഴ്സും ട്രൈ ചെയ്യുന്നത്. എവറി ഇൻവെസ്റ്റേഴ്സ് ഹാസ് ആക്സസ് ടു ലെൻഡിങ് ബോറോ ഇൻ ദി സെയിം റേറ്റ്. അപ്പോൾ കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും ഒക്കെ ഒരേ റേറ്റിലാണ് എല്ലാ ഇൻവെസ്റ്റേഴ്സും ചെയ്യുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് അബ്സോർവ് ദി ഇൻഫർമേഷൻ ക്വിക്ക്ലി. ദ മാർക്കറ്റ് റെസ്പോണ്ട് ടു ദി ന്യൂ ടെക്നോളജി ട്രെൻഡ്സ്. ഇപ്പോൾ അറിയുന്നത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ മാറ്റങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ഒരു നമ്മളെ എക്കോണമിയിൽ ഉണ്ടാകുന്ന പലതരം ന്യൂസുകൾ, പോളിസീസ്, ടെക്നോളജി ചേഞ്ചസ്, ഇതൊക്കെ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോക്ക് മാർക്കറ്റിൽ എഫക്റ്റ് ചെയ്യുന്ന പറയുന്നത്. ദെൻ ഈ മാർക്കറ്റ് എഫിഷ്യൻ മോഡലിൽ കുറച്ച് ഫോംസ് ഉണ്ട്. നമുക്ക് 3 ഫോംസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ മോസ്റ്റ് ഓഫ് us agree that the market is not perfectly efficient. Anonymous do exist, and there are the investors and traders that outperform the markets. അപ്പോൾ മാർക്കറ്റ് അനോണിമസ് വെച്ചിട്ട് പൈസക്കാരായ ആൾക്കാർ കുറേ ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ ലാസ്റ്റ് എൻ്റെ ഒരു റിസർച്ചിലുണ്ടായിരുന്നു, നമ്മളെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വീക്ക് ഡേ അതുപോലെ മന്ത് ഓഫ് ദി ഡേ ഇങ്ങനത്തെ അനോണിമസ് ഉണ്ടോയെന്ന് ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ തന്നെ കണ്ടെത്തിച്ചാൽ നമ്മളെ തിങ്കളാഴ്ച സ്റ്റോക്കിൻ്റെ പ്രൈസ് വളരെ കുറവായിരിക്കും. ബട്ട് ആഫ്റ്റർ ഫ്രൈഡേ ഒക്കെ ആവുന്ന സമയത്ത് സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുതലാകും. അപ്പോൾ നമ്മൾ മൺഡേ വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രൈഡേ സ്റ്റോക്ക് വിൽക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് കിട്ടും. ഇതായിരുന്നു എൻ്റെ ഒരു കണ്ടെത്തൽ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളെ മാർക്കറ്റ് എഫിഷ്യൻ മോഡലിൽ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങളില്ല എന്നാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. ദെൻ അപ്പോൾ ഈ മാർക്കറ്റ് എഫിഷ്യൻ മോഡൽ 3 എന്ത് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സ്ട്രോങ് ഫോം ഉണ്ട്, ദെൻ സെമി സ്ട്രോങ് ഉണ്ട്, വീക്ക് ഫോം ഉണ്ട്. അപ്പോൾ സ്ട്രോങ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എഫിഷ്യൻ സ്റ്റേറ്റ് ദാറ്റ് ദ കറണ്ട് പ്രൈസ് ഓഫ് സ്റ്റോക്ക് റിഫ്ലക്ട് ദി ഓൾ ഇൻഫർമേഷൻ അവൈലബിൾ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്കിൻ്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് എല്ലാ ഇൻഫർമേഷൻസും ഓൾറെഡി അബ്സോർബ് ചെയ്ത പ്രൈസാണത്. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഒരു പോളിസി ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ചസ് അടക്കം ആ സ്റ്റോക്ക് പ്രൈസിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻഫർമേഷൻസ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഇഫ് ദ ഇൻഫർമേഷൻ അവൈലബിൾ ടു പബ്ലിക് ഓർ ദി ടോപ്പ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ആ ഇൻഫർമേഷൻസ് നമ്മളെ പബ്ലിക്കിൻ്റെ കയ്യിലുണ്ടോയെന്നല്ല, അതല്ലെങ്കിൽ അത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, ഇപ്പോൾ ഇൻസൈഡ് ഇൻഫർമേഷൻ കീപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ മാത്രമുള്ള ഇൻഫർമേഷൻ എങ്കിൽ പോലും അങ്ങനത്തെ ഇൻഫർമേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യും, സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രൈസിനെ എഫക്റ്റ് ചെയ്യും. ദെൻ സ്ട്രോങ് ഫോം EHM stipulate that the private information or insider information to nobody can exploit the abnormal trading profit. അപ്പോൾ അവിടെ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഇൻസൈഡർ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ പോലും ആ ഇൻഫർമേഷൻ്റെ ഡീറ്റെയിൽ അടക്കം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ എഫക്റ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആർക്കും ഒരു അബ്നോർമൽ പ്രോഫിറ്റ് ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, അതായത് സ്റ്റോക്ക് പ്രൈസിൽ എഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻ അടക്കം സ്റ്റോക്ക് പ്രൈസിൽ ഡിസ്കൗണ്ടഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്യാപിറ്റൽ എക്സ്പ്ലോയിറ്റേഷൻ ഒരിക്കലും നടക്കാൻ ചാൻസ് ഇല്ല എന്നാണ് സ്ട്രോങ് ഫോമിൽ പറയുന്നത്. ദെൻ സെമി സ്ട്രോങ് ഫോം. ഈ സെമി സ്ട്രോങ് ഫോം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ കമ്പനീസിൻ്റെ ഓരോ വർഷം ഇറക്കുന്ന ഡാറ്റാസ്, ഫിനാൻഷ്യൽ ഡാറ്റാസ് ആവാം, കമ്പനി പെർഫോമൻസ് ആവാം, ക്വാർട്ടർലി പെർഫോമൻസ് ആവാം. സോ ഈ ഡാറ്റാസൊക്കെ എന്ന് പറയുന്നത് സെമി സ്ട്രോങ് ഫോമിൽ വരുന്ന ഡാറ്റാസ്. സോ സെമി സ്ട്രോങ് ഫോം ഓഫ് EHM സ്റ്റേറ്റ് ദാറ്റ് ഓൾ പബ്ലിക്ലി അവൈലബിൾ ഇൻഫർമേഷൻ ഈ സിമിലർലി ഓൾറെഡി ഇൻകോർപ്പറേറ്റ് ടു ദി അസറ്റ് പ്രൈസ്. അപ്പോൾ സ്റ്റോക്ക് പ്രൈസിൽ ഓൾറെഡി ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കമ്പനി ശരിക്കും ഞാൻ പറഞ്ഞത് നമ്മളെ ഇന്ത്യയിൽ തന്നെ ഒരു മാർക്കറ്റിലാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു MRFൻ്റെ ഒരു ചിത്രം കാണിച്ചെന്നല്ലോ, ഗ്രാഫ്. അതിൽ തന്നെ അവർ ആനുവൽ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു, സ്റ്റോക്ക് പ്രൈസ് കൂടി. ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്തപ്പോൾ സ്റ്റോക്ക് പ്രൈസ് വീണ്ടും കുറഞ്ഞു. അപ്പോൾ അതാ പറയുന്നത്, നമ്മളെ കമ്പനീസിൻ്റെ ഇൻഫർമേഷൻസ് ഇപ്പോൾ ആനുവൽ റിപ്പോർട്ടാവാം, അതല്ലെങ്കിൽ അവരുടെ സെയിൽസ് പെർഫോമൻസ് ആവാം, അല്ലെങ്കിൽ കമ്പനി CEO മാറ്റുന്ന കാര്യങ്ങളാവും, ഇങ്ങനത്തെ കാര്യങ്ങൾ അടക്കം എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനീസിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഓൾറെഡി എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദെൻ പബ്ലിക്കലി അവൈലബിൾ ഇൻഫർമേഷൻ ഈസ് ഫുള്ളി റിഫ്ലക്റ്റ് ഇൻ സെക്യൂരിറ്റി കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ഒബ്വിയസ്ലി ഇപ്പോൾ അതിൻ്റെ ക്യാഷ് ഇൻഫ്ലോസ് അതുപോലെ ബാലൻസ് ഷീറ്റൊക്കെ നമ്മളെ
സ്റ്റോക്ക് പ്രൈസിന് ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പബ്ലിക്കലി അവൈലബിൾ ഇൻഫർമേഷൻ സ്റ്റേറ്റ് നോട്ട് ഓൺലി ദി പാസ്റ്റ് പ്രൈസ് ബട്ട് ഓൾസോ ഡാറ്റ റെപ്രസെൻറ്റ് അല്ലെങ്കിൽ റിപ്പോർട്ട് ഇൻ കമ്പനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഇൻഫ്ലോസ് ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ വീക്ക് ഫോം എന്ന് പറഞ്ഞാൽ വീക്ക് ഫോമിന് പ്രത്യേകിച്ച് ഈ ഇൻഫർമേഷൻ എല്ലാവരുടെ കയ്യിലുണ്ടാവുന്ന ഇൻഫർമേഷൻസ് ആണ്. വീക്ക് ഫോം ഓഫ് മാർക്കറ്റ് എഫിഷ്യൻസി സ്റ്റേറ്റ് ദാറ്റ് ദ കറണ്ട് പ്രൈസ് ഡസ് നോട്ട് റിഫ്ലക്ട് ദി ഫെയർ വാല്യൂ, ഇറ്റ് ഈസ് ദി ഓൺലി റിഫ്ലക്ഷൻ ഓഫ് പാസ്റ്റ് പ്രൈസ്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റോക്കിൻ്റെ പാസ്റ്റ് പ്രൈസ് വെച്ചിട്ട് നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പോലും ഇതൊരിക്കലും നമ്മുടെ ഫെയർ വാല്യൂവിനെ ഡിറ്റർമിൻ ചെയ്യുന്നില്ല. ഇറ്റ് നെവർ റിഫ്ലക്ട് ദി ഫെയർ വാല്യൂ ഓഫ് ദി സ്റ്റോക്ക് പ്രൈസ്. സോ ഫ്യൂച്ചർ പ്രൈസ് കനോട്ട് ബി ഡിറ്റർമിൻ ബൈ ദി യൂസിങ് ദി പാസ്റ്റ് ഓർ കറണ്ട് പ്രൈസ്. നമ്മുടെ കമ്പനീൻ്റെ സ്റ്റോക്ക് പ്രൈസിൻ്റെ ഫെയർ വാല്യൂ കണ്ടെത്താനും അതുപോലെ ഫ്യൂച്ചർ പ്രൈസ് കണ്ടെത്താനും നമുക്ക് കറണ്ട് പ്രൈസ് ഉപയോഗിച്ചിട്ടും കാര്യമില്ല, പാസ്റ്റ് പ്രൈസ് ഉപയോഗിച്ചിട്ടും കാര്യമില്ല എന്നാണ് വീക്ക് ഫോമിൽ പറയുന്നത്. അപ്പോൾ വീക്ക് ഫോമിൽ ശരിക്കും എടുക്കുന്നത് വെച്ചാൽ സ്റ്റോക്കിൻ്റെ ഡെയിലി റിട്ടേൺസ് ആണ്. സെമി സ്ട്രോങ്ങിലാണെങ്കിൽ ഫിനാൻഷ്യൽ ഡാറ്റാസ് വെച്ചിട്ടാണ്. ഇതൊക്കെ എന്തുണ്ട് നമ്മളെ സ്റ്റോക്ക് പ്രൈസിന് ഓൾറെഡി എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സ്ട്രോങ് ഫോമിൽ വേണമെന്ന് വെച്ചാൽ കോർപ്പറേറ്റ് സ്ട്രാറ്റജീസ് അതുപോലെ തന്നെ കോർപ്പറേറ്റ് ആക്ഷൻസ്, ഇതൊക്കെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ചിന്തിക്കുന്ന കേസുകൾ. ഇതൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മളെ മാർക്കറ്റിലെ സെക്യൂരിറ്റീസിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ EHMS ശരിക്കും സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ആർക്കും ഒരിക്കലും ഒരു അബ്നോർമൽ പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അടുത്ത തിയറി എന്ന് പറഞ്ഞാൽ ഹിൽട്ടോ വേവ് തിയറീസ് ആണ്. അപ്പോൾ ഹിൽട്ടോ വേവ് തിയറി ഡെവലപ്പ് ചെയ്ത് ഇയൻ ഹിൽട്ടോ ഇൻ 1939 ഇത് ഡെവലപ്പ് ചെയ്തത്. ദിസ് മെത്തഡ് ഈസ് എക്സ്പ്ലെയിൻ ദി സ്റ്റോക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ് വിച്ച് ഈസ് ഇൻസ്പയർഡ് ബൈ ദി ഡൗ തിയറി. ഡൗ തിയറിയിൽ നിന്നുണ്ടായൊരു കോൺസെപ്റ്റാണ് ഹിൽട്ടോ വേവ് തിയറി എന്ന് പറയുന്നത്. ഹിൽട്ടോ കൺക്ലൂഡ് ദാറ്റ് ദി മൂവ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് could be predicted by the observing and identify the repetitive patterns of waves. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യണം. അങ്ങനെ ഒബ്സർവ് ചെയ്തതിന് ശേഷം ആ സ്റ്റോക്ക് മാർക്കറ്റിലെ പാറ്റേൺസ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. എന്നാൽ മാത്രം നമുക്കുള്ളൂ ഒരു ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹിൽട്ടോ ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ട് 8 വേവ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ടോട്ടൽ സ്റ്റോക്ക് മാർക്കറ്റിൽ 8 വേവ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ 5 എന്ന് പറയുന്നത് ഡയറക്ഷനായിട്ട് കണക്കാക്കും. പിന്നത്തെ 3 ABC എന്ന് പറയുന്നത് കറക്ഷൻ വേവ്സ് എന്നും കണക്കാക്കാം. ഇതിലെ 1, 3, 5 ഇതിന് പറഞ്ഞ പേരാണ് ഇമ്പൾസീവ് വേവ്സ് എന്ന് പറയും. അതുപോലെ 2, 4 ഇതൊക്കെ എന്താ പറയുന്നത്, കറക്റ്റീവ് വേവ്സ് എന്ന് പറയും. ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദി, നമുക്കറിയാം ഇമ്പൾസീവ് വേവ്സിൻ്റെ ഓപ്പോസിറ്റാണ് കറക്റ്റീവ് വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ 2 രീതിയിലുള്ള വേവ്സാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ഡയറക്ഷൻ വേവ്സും ഉണ്ട്, ദെൻ ABC കറക്ഷൻ വേവ്സും ഉണ്ട്. സോ 1 മുതൽ 5 വരെ വേവ്സ് എന്ന് വെച്ചാൽ ഒരു അപ് ട്രെൻഡ് ആണെങ്കിൽ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ABC കറക്റ്റീവ് വേവ്സ് എന്ന് പറയുന്നത്. നമുക്കിതിലേക്കൊന്ന് കൂടുതൽ കണക്കാം. അപ്പോൾ ഓരോ വേവ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ശരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മാർക്കറ്റ് ഇങ്ങനെ അല്ലേ, ഇവിടെ താന്നിട്ട് പിന്നെ പൊന്തി വരുന്നതല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബോട്ടം ലെവലിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ ആൾക്കാർക്കൊന്നും ഈ സ്റ്റോക്കിനെ പറ്റി തീരെ ഒരു വിവരമില്ലാത്ത സമയത്ത് ആൾക്കാർക്ക് ഒന്നും അറിയില്ല. അപ്പോൾ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, ഈ സ്റ്റോക്കിന് അല്ലെങ്കിൽ ഈ സെക്യൂരിറ്റീസിന് അത്യാവശ്യം നല്ലൊരു ഭാവി ഉണ്ടെന്ന് കണ്ടെത്തിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, സ്റ്റോക്ക് പയ്യെ വാങ്ങും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വാങ്ങുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഫസ്റ്റ് വേവ് ഫോം ചെയ്യുന്നത്. എന്തായാലും ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. വേവ് 1 എന്ന് പറഞ്ഞാൽ ദ സ്റ്റോക്ക് മേക്ക് ഇറ്റ്സ് ഇനീഷ്യൽ അപ്വേർഡ്. അപ്പോൾ സ്റ്റോക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ആദ്യത്തെ അപ്വേർഡ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് വേവ് 1 എന്ന് കണക്കാക്കുന്നത്. ദിസ് ഈസ് എ യൂഷ്വൽ ആൻഡ് കോസ്ഡ് ബൈ ദി റിലേറ്റീവ് സ്മോൾ നമ്പർ ഓഫ് പീപ്പിൾ ഫീൽ ദാറ്റ് ദ പ്രീവിയസ് പ്രൈസ് ഓഫ് ദി സ്റ്റോക്ക് വാസ് ചീപ്പ്, therefore worth buying, so causing the price going up. അപ്പോൾ ഫസ്റ്റത്തെ വേവിൽ എന്ന് പറഞ്ഞതിൽ സ്റ്റോക്കിൻ്റെ പൈസ കുറവാണെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്റ്റോക്ക് വാങ്ങുമ്പോൾ അപ്പോൾ അതിൻ്റെ പൈസ എന്ത് ചെയ്യും, കൂടും. അപ്പോൾ വേവ് 1 എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അത് രണ്ടാമത്തത് സെക്കൻഡ് വേവ് എന്ന് പറയുന്നത് ഇത് സ്റ്റോക്ക് ഈസ് കൺസിഡർ ഓവർ വാല്യൂഡ് അറ്റ് ദി പോയിന്റ് ദ ഇനഫ് പീപ്പിൾ ഹൂ വർ ഇൻ ദി ഒറിജിനൽ വേവ് കൺസിഡർ ദ സ്റ്റോക്ക് ഈസ് ഓവർ പ്രൈസ്ഡ് and take the profit. This cause the price of the stock goes down. The stock price will not go to its previous low
പ്രൈസ് ബിഫോർ ദി സ്റ്റോക്ക് കൺസിഡർ ചീപ്പ്. അപ്പോൾ രണ്ടാമത്തെ വേവ് എന്ന് പറയുന്നത് അതായത് ഒന്നാമത്തെ വേവിൻ്റെ ഫിനിഷ് ചെയ്തപ്പോൾ രണ്ടാമത്തെ വേവ് എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യം വാങ്ങിയ ആൾക്കാർ അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് എന്ത് ചെയ്ത് ഓവർ വാല്യൂഡ് ആയി തോന്നിയപ്പോൾ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും, ആ സ്റ്റോക്ക് വിൽക്കാൻ തുടങ്ങുമ്പോൾ എന്തൊരു ഡിക്ലൈൻ എന്തുണ്ടാവും, സ്റ്റോക്കിൽ ഉണ്ടാവും. അപ്പോൾ അതാണ് രണ്ടാമത്തെ വേവ്. അപ്പോൾ ആ ഡിക്ലൈൻ ഒരിക്കലും ആദ്യത്തെ വേവിൻ്റെ അത്രത്തോളം അല്ലെങ്കിൽ ആദ്യം എവിടെയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്ത് അത്രത്തോളം ഒരിക്കലും കുറയൂല, കുറച്ചേ കുറയുള്ളൂ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ വേവിൽ ആൾക്കാർ സ്റ്റോക്ക് വിൽക്കുകയാണെങ്കിൽ പോലും ആ സ്റ്റോക്കിൻ്റെ വില ഒരിക്കലും പഴയ അല്ലെങ്കിൽ ഒറിജിനൽ സ്റ്റോക്ക് വാല്യൂവിൻ്റെ അത്രത്തോളം കുറയൂല. മൂന്നാമത്തെ വേവ് എന്ന് പറയുന്നത് യൂഷ്വലി ദിസ് ഈസ് ദ ലോങ്ങസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് വേവ്. അപ്പോൾ ഇതാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വേവ് എന്ന് പറയുന്നത് മൂന്നാമത്തേന്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ ആൾക്കാരൊക്കെ ഈ സ്റ്റോക്കിനുമായിട്ട് കുറച്ചും കൂടി ഒരു ഫെമിലിയർ ആയിട്ട് വരാൻ തുടങ്ങി. ഈ സ്റ്റോക്ക് അത്യാവശ്യം നല്ല സ്റ്റോക്കാണ്, ഈ സ്റ്റോക്ക് കുറച്ചുകൂടി പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കാണെന്ന് തോന്നും. അപ്പോൾ ആൾക്കാർക്ക് എന്ത് ചെയ്യും, ഈ സ്റ്റോക്ക് കൂടുതലായിട്ട് വേണമെന്ന് തോന്നും. അപ്പോൾ ദേ വിൽ ബൈ ഇറ്റ്. നമ്മൾ അങ്ങനെ ബൈ ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും, കൂടിക്കൊണ്ട് ഹയർ ദി പ്രൈസ്. ദിസ് വേവ് യൂഷ്വലി എക്സിഡ് ദി ടോപ്പ് ക്രിയേറ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് വേവ്. ഫസ്റ്റ് വേവ് ഉണ്ടാക്കിയതിനെക്കാട്ടിയും വലിയൊരു ടോപ്പ് എന്തുണ്ടാക്കും, നമ്മളെ മൂന്നാമത്തെ വേവ് ക്രിയേറ്റ് ചെയ്യും. ഞാൻ കാണിച്ചാൽ ഈ ചിത്രത്തിൽ തന്നെ ഇവിടെ നോക്കിയാൽ മതി. നമ്മൾ ഫസ്റ്റ് വേവ് ഉണ്ടാക്കിയ ഇത്ര ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. സെക്കൻഡ് വേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വേവ് എന്നൊരു ചെറിയൊരു ഡിക്ലൈൻ ഉണ്ടാക്കി. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ആൾക്കാർ വിചാരിക്കും ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറഞ്ഞു, ഇപ്പം നല്ലതാണ് ഈ സമയത്ത് വാങ്ങുന്നത്. കാരണം ഈ സ്റ്റോക്ക് അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കിയ സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറഞ്ഞ റേറ്റിന് വാങ്ങുന്നത് നല്ലതാണെന്ന് വെച്ചിട്ട് ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, സ്റ്റോക്കിന് വാങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ സ്റ്റോക്ക് വാങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ ഗ്രോത്താണ് വേവ് 3 എന്ന് പറയുന്നത്. പീപ്പിൾ വിൽ ബൈ ഇറ്റ് അറ്റ് ഹയർ റേറ്റ്. ദേ നീഡ് മോർ സ്റ്റോക്സ്. അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്ക് വെച്ചിട്ട് ആൾക്കാർ കൂടുതൽ വാങ്ങും. അതാണ് ഫേസ് 3 എന്ന് പറയുന്നത്. ദെൻ നമ്മൾ നാലാമത്തെ വേവ് എന്ന് പറയുന്നത് അറ്റ് ദിസ് പോയിന്റ് പീപ്പിൾ അഗെയിൻ ടേക്ക് ദ പ്രോഫിറ്റ് ബിക്കോസ് ഓഫ് ദി സ്റ്റോക്ക് ഈസ് അഗെയിൻ കൺസിഡർ എക്സ്പെൻസീവ് ആൻഡ് ദിസ് വേവ് ടെൻഡ് ടു ബി വീക്ക് ബിക്കോസ് ദർ ആർ യൂഷ്വലി മോർ പീപ്പിൾ സ്റ്റിൽ ബുള്ളിഷ് ഓൺ ദിസ് സ്റ്റോക്ക്. ആൾക്കാർ അപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിക്ലൈൻ്റെ ഒരു വേവ് വളരെ ചെറുതായിരിക്കും. ജസ്റ്റ് നോക്കാം. അപ്പോൾ നാലാമത്തെ വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ മൂന്നാമത്തെ വേവ് നമുക്ക് വിചാരിക്കുന്നു ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഓവർ പ്രൈസ്ഡ് ആയി എന്ന് തോന്നി. അപ്പോൾ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും, ആ സ്റ്റോക്ക് പിന്നെയും വിൽക്കും. നിങ്ങളിപ്പോൾ ഇവിടെ നിന്നൊക്കെ വാങ്ങിയ ആൾക്കാരുണ്ടാവില്ലേ, അപ്പോൾ വിചാരിച്ചു നമുക്ക് എന്താ ചെയ്യുക, ഈ സ്റ്റോക്ക് ഇപ്പം തന്നെ വിറ്റ ഇത്ര ലാഭം കിട്ടുമല്ലോ. അങ്ങനെ ആൾക്കാർ വിൽക്കുമ്പോൾ അതിൻ്റെ റേറ്റ് കുറയും. എങ്കിൽ പോലും ആൾക്കാർക്ക് അപ്പോഴും ഒരു തോന്നലുണ്ടാവും ഈ സ്റ്റോക്കിനൊരു ബുള്ളിഷ് നേച്ചറാണ്. അങ്ങനെ ആകുമ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാർ ഈ സ്റ്റോക്ക് വാങ്ങുകയാണ്. അങ്ങനെ ആൾക്കാർ വാങ്ങുമ്പോൾ അതായത് ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, പ്രൈസ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ സപ്ലൈനെക്കാട്ടിയും കൂടുതൽ ഡിമാൻഡ് വന്നപ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്ത് പ്രൈസ് കൂടി. അപ്പോൾ ഇവിടുത്തെ പ്രൈസ് ഡിക്ലൈനിൻ്റെ അളവ് എന്ത് ചെയ്തു, കുറവാണ്. കമ്പയർ ടു വേവ് 2 വെച്ച് നോക്കുമ്പോൾ കുറവാണെന്ന് പറയുന്നത്. ദെൻ അടുത്ത വേവ് എന്ന് പറയുന്നത് വേവ് 5 ആണ്. സോ വേവ് 5 എന്ന് പറഞ്ഞാൽ അറ്റ് ദിസ് പോയിന്റ് പീപ്പിൾ മോസ്റ്റ് ബൈ ദി സ്റ്റോക്ക് ബിക്കോസ് ഓഫ് their behavior bias, not gained by any reason. The stock has very little negative. At this point, stock become the most overpriced. ശരിക്കും അഞ്ചാമത്തെ ഒരു സ്റ്റേജ്, ഈ സ്റ്റേജിലേക്ക് വാങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ അധികം ഒരു ഗൈഡൻസും ഇല്ലാത്ത, അതുപോലത്തെ ഇൻഫോംഡ് അല്ലാത്ത, അൺഇൻഫോംഡ് ആയിട്ടും അതുപോലെ തന്നെ മാർക്കറ്റിനെ പറ്റി കൂടുതൽ ഐഡിയാസൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഈ അഞ്ചാമത്തെ വേവ് നിന്ന് സ്റ്റോക്കുകൾ വാങ്ങുന്നത്. അത് യൂഷ്വലി ആരെ ചെയ്യാറ് വെച്ചാൽ ഈ അഞ്ചാമത്തെ വേവിലൊക്കെ സ്റ്റോക്ക് വിൽറ്റുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റേജിലൊക്കെ സ്റ്റോക്ക് വാങ്ങിയ ആൾക്കാർ എന്ത് ചെയ്യും, അവർ ഈ അഞ്ചാമത്തെ സ്റ്റേജിൽ എന്ത് ചെയ്യും, ഈ സ്റ്റോക്ക് വിറ്റ് ഒഴിവാക്കും. ആ വിറ്റ് ഒഴിവാക്കുന്ന വാങ്ങുന്ന ആൾക്കാരാണ് അൺഇൻഫോംഡ് ആയിട്ടുള്ള ആൾക്കാർ. അവരെന്ത് ചെയ്യും, ഈ സ്റ്റോക്ക് പിന്നെയും വാങ്ങി വെക്കും. കാരണം എന്താ, ഇതിന് ബൂം ഉണ്ടാവും എന്ന് വെച്ചിട്ട്, ഇതിന് ബൂം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് വിചാരിച്ചിട്ടാണ്. കാരണം ഇത്ര കാലം ഈ സ്റ്റോക്കിന് ഇതൊരു നെഗറ്റീവായിട്ടൊരു ഇൻഫർമേഷൻസ് ഒന്നുമില്ല.
അപ്പോൾ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്ററാണ് വിചാരിച്ചിട്ട് ആൾക്കാർ വാങ്ങി വെക്കും. ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ മാക്സിമം ലെവലായിട്ടാണ് 5ാമത്തെ ലെവലായിട്ട് കണക്കാക്കുന്നത്. പിന്നെ അങ്ങോട്ട് ABC കറക്ഷൻ എന്ന സ്റ്റേജിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ABC കറക്ഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി മാർക്കറ്റ് ഫ്ലോസ് ആണ്. ഇപ്പോൾ മാർക്കറ്റ് ഫ്ലോസ് എന്തൊക്കെയാണ്? ഡിമാൻഡും സപ്ലൈയാണ്. ഡിമാൻഡ് കൂടുകയാണെങ്കിൽ പ്രൈസ് കൂടും, ഡിമാൻഡ് കുറയുകയാണെങ്കിൽ പ്രൈസ് കുറയും. സപ്ലൈ കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും? പ്രൈസ് കുറയും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും? അടുത്ത 3 സ്റ്റേജുകൾ എന്ത് ചെയ്യും? പോയിക്കൊണ്ടേയിരിക്കും. ഡിമാൻഡ് പൈസ കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യുന്ന രീതിയിലാവും ABC കറക്ഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ അവസാനത്തെ തിയറിയാണ് റാൻഡം വാക്ക് തിയറി എന്ന് പറയും. ഇപ്പോൾ റാൻഡം വാക്ക് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കള്ളു കുടിച്ച ആൾ അയാളെ വീട്ടിൽ പോകുമ്പോൾ എങ്ങനെ പോകാറ്? അങ്ങനെ ഡയറക്ഷനും കാര്യങ്ങളൊന്നുമില്ല. അയാൾ ആടിക്കൊഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് മുന്നിക്കവും കുറച്ച് സൈഡിക്കവും പിന്നെ അങ്ങോട്ട് നടുക്കും. ഒരു 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 പാറ്റേണൊന്നും ഇല്ലാതെ ഒരു ഡിസോർഡർ ആയിട്ടാണ് മൂപ്പർ നടക്കുക. അതേപോലെ തന്നെയാണ് ഇപ്പോൾ പ്രൈസ്, അതായത് സ്റ്റോക്ക് പ്രൈസ് ഒരിക്കലും ഒരു പാറ്റേൺ രീതിയിലൊന്നുമല്ല മൂവ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇറ്റ് വിൽ മൂവ് അറൗണ്ട് വാട്ട് ഇറ്റ് ലൈക്ക്. അതായത് അതെന്താണ് അതുപോലെ എന്ത് ചെയ്യും? അങ്ങോട്ടും മുന്നിക്കും താഴോട്ടും നമുക്ക് പോകും. അപ്പോൾ അതുപോലെ തന്നെയാണ് സ്റ്റോക്കിൻ്റെ പ്രൈസും. നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നെക്സ്റ്റ് മൂമെൻറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് എന്താണ് വരാൻ പോകാൻ ചാൻസ്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് ശരിക്കും പറഞ്ഞാൽ എന്താണ്? വി ക്യാൻ പ്രെഡിക്റ്റ് ദി ഫ്യൂച്ചർ സ്റ്റോക്ക് പ്രൈസ് ബൈ യൂസിങ് ദി ഗ്രാഫ് ആൻഡ് ചാർട്ട്. പക്ഷേ റാൻഡം വാക്ക് പറയുന്നത് വെച്ചാൽ നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഫ്യൂച്ചർ പ്രൈസ് ഇറ്റ് ഡിപ്പെൻഡ്സ് മെനി ഫാക്ടേഴ്സ്. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നാളത്തെ പ്രൈസ് എന്താണ് കണ്ടെത്താൻ പറ്റില്ല എന്ന് പറയുന്നത്. റാൻഡം വാക്ക് തിയറി എന്താ പറയുന്നത് വെച്ചാൽ റാൻഡം വാക്ക് ഈസ് ക്വൈറ്റ് എഗെയിൻസ്റ്റ് ദി ടെക്നിക്കൽ അനാലിസിസ്. ദ സ്റ്റോക്ക് പ്രൈസ് വിൽ മൂവ് റാൻഡംലി ആൻഡ് ഇറ്റ് വിൽ മൂവ് ഇൻഡിപെൻഡൻറ്റ്. ദ പാസ്റ്റ് പ്രൈസ് കനോട്ട് ഹെൽപ്പ് ടു ഡിറ്റർമിൻ ദി ഫ്യൂച്ചർ സ്റ്റോക്ക് പ്രൈസ്. അപ്പോൾ ഒരിക്കലും റാൻഡം വാക്ക് തിയറി വെച്ച് നമ്മൾ ഒരു അസംഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഫ്യൂച്ചർ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അത് എങ്ങോട്ടാണ് പോകുന്നത് നമുക്കൊന്നും അറിയില്ല. അതാണ് പ്രശ്നം. ദെൻ റാൻഡം വാക്ക് തിയറിൻ്റെ അസംഷൻസ്: ദ മാർക്കറ്റ് ഈസ് സുപ്രീം ആൻഡ് നോ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഓർ ഗ്രൂപ്പ് കനോ ഇൻഫ്ലുവൻസ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽക്കോ അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ ആൾക്കാർക്കോ ഇൻവെസ്റ്റേഴ്സിനോ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോക്ക് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കില്ല. ദ സ്റ്റോക്ക് പ്രൈസ് ഡിസ്കൗണ്ട് ഓൾ ദി ഇൻഫർമേഷൻ അവൈലബിൾ. പെട്ടെന്നായിട്ട് നമുക്ക് എല്ലാ കിട്ടുന്ന ഇൻഫർമേഷൻ എന്തെയും ഡിസ്കൗണ്ടിങ് ചെയ്യുന്നുണ്ട് സ്റ്റോക്ക് പ്രൈസിൽ. അതുപോലെ മാർക്കറ്റ് ആർ എഫിഷ്യൻറ്റ്, ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻസ്. എല്ലാവർക്കും ഒരേപോലത്തെ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. മാർക്കറ്റ് ക്വിക്ക്ലി അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് ടു എനി ഡീവിയേഷൻസ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനുള്ള ആഫ്റ്റർ എഫക്റ്റ് എന്ത് ചെയ്യും? മാർക്കറ്റിൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? നമ്മളത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ദ പ്രൈസ് മൂവ് ഇൻഡിപെൻഡൻറ്റ്. എല്ലാ പ്രൈസും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് പോകുന്നത്. നോബഡി ഹാസ് ബെറ്റർ നോളജ് ഓർ ഇൻസൈഡ് ഇൻഫർമേഷൻ. ഇവിടെ എന്താ പറയാൻ കാരണം? ഇൻസൈഡ് ഇൻഫർമേഷൻ കറക്റ്റായിട്ട് പറയാൻ കാരണം വെച്ചാൽ ഇൻസൈഡ് ഇൻഫർമേഷൻസ് ഒക്കെ മാനേജ്മെൻറ്റ്, ടോപ്പ് ലെവൽ മാനേജർ കമ്പനീൻ്റെ സ്റ്റോക്ക് പ്രൈസിലെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇൻസൈഡ് ഇൻഫർമേഷൻസ്. സോ അതൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല, അവൈലബിൾ ആകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദ ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ ഇൻ മാനേഴ്സ്. എല്ലാവരും റാഷണൽ ആയിരിക്കണം എന്ന റാൻഡം വാക്ക് തിയറിയിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ജസ്റ്റ് ഇത് വായിക്കുക. അതുപോലെ ഈ ടോട്ടൽ വീഡിയോ കണ്ടതിന് ശേഷം ലെക്ചർ നോട്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് അയച്ചു തരണം.